ഹലോ ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ട് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇപ്പോൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഒന്നാം തവണ രണ്ടാം തവണയൊക്കെ റിവിഷൻ ചെയ്യേണ്ട ടൈമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പോയി എക്സാം എഴുതുക. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ NUS 10th സ്റ്റുഡൻസിനും അതുപോലെ തന്നെ +2 സ്റ്റുഡൻസിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വൈറ്റമിൻസ് എന്ന് പറയുന്ന ടോപ്പിക്. നമ്മുടെ +2 സ്റ്റുഡൻസിന് ബയോളജിയിലായാലും അതുപോലെ 10th സയൻസ് ആൻഡ് ടെക്നോളജിയിലായാലും പഠിക്കാനുള്ള ഒരു ഭാഗമാണല്ലോ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു മാർക്കിന് നമുക്ക് ഏറ്റവും പ്രതീക്ഷിക്കാവുന്ന ചോദ്യം അതാണ് ഡെഫിഷ്യൻസി ഡിസീസ്, ഈ വൈറ്റമിൻസും അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസും. അപ്പൊ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് ആ വൈറ്റമിൻസ്, എന്താണ് ആ വൈറ്റമിൻസിന്റെ സോഴ്സ്, അതിന്റെ ഫങ്ഷൻസ്, അതുപോലെ അവരുടെ ഡെഫിഷ്യൻസി ഡിസീസ്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒട്ടും നമുക്ക് ലേറ്റ് ആക്കണ്ട, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ എ ആണ്. അപ്പോൾ വൈറ്റമിൻ എയുടെ സോഴ്സ് എന്താണ്? മിൽക്ക്, ക്യാരറ്റ്, ടൊമാറ്റോസ് ആൻഡ് എഗ്സ് ആണ് എന്ത് വൈറ്റമിൻ എയുടെ സോഴ്സ് എന്ന് പറയുന്നത്. പാല്, മുട്ട, ക്യാരറ്റ്, തക്കാളി, ഇതിലൊക്കെ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. അതുപോലെ വൈറ്റമിൻ എയുടെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ കണ്ണിന്റെയും അതുപോലെ തന്നെ ത്വക്കിന്റെയും ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വൈറ്റമിൻ എയുടെ സോഴ്സ്, ഫംഗ്ഷൻ പഠിച്ചു. ഇനി ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ്, അപര്യാപ്തത രോഗം, അതാണ് എന്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മലയാളത്തിന് നിശാന്തത എന്നാണ് പറയുന്നത്. നിശാന്തത അതായത് രാത്രി കാലങ്ങളിൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ച കുറയുന്ന അവസ്ഥയാണ് ഈ നിശാന്തത എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് നിശാന്തത എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ B1. അതായത് B1 മുതൽ B12 വരെ കോംപ്ലക്സ് വിറ്റമിൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. B1, B2 അങ്ങനെ പറയാറുണ്ട്. അപ്പോ വൈറ്റമിൻ B1ന്റെ സോഴ്സ് ആണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. മിൽക്ക്, പീസ്, സെറീൽസ്, ഗ്രീൻ വെജിറ്റബിൾസ് ആൻഡ് മീറ്റ് ആണ് വൈറ്റമിൻ B1ന്റെ മേജർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? വൈറ്റമിൻ B1 നമ്മുടെ ബോഡിയിൽ എന്ത് കാര്യം ചെയ്യുന്നത്? വളർച്ചയും വികാസത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ B1 ആണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വൈറ്റമിൻ B1 ആണ് കേട്ടോ. അപ്പൊ ഈ വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്താണ്? ബെറി ബെറി. അതിൽ പേരിൽ ഒരു സിമിലാരിറ്റി ഉണ്ട് അല്ലെ? വൈറ്റമിൻ ബി, ബെറി ബെറി. വൈറ്റമിൻ B1 ആണ് ബെറി ബെറി. അപ്പൊ പഠിക്കാൻ എളുപ്പത്തിന് വൈറ്റമിൻ ബി, ബെറി ബെറി. ബി വെച്ചാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനെ പഠിക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ B12 ആണ്. അപ്പൊ വൈറ്റമിൻ B12ന്റെ സോഴ്സ് എന്തൊക്കെയാണ്? ലിവർ, എഗ്സ്, മിൽക്ക് ആൻഡ് ഫിഷിലൊക്കെയാണ് വൈറ്റമിൻ B12 ധാരാളമായി അടങ്ങിയിരിക്കുന്നത്. ഇനി B12ന്റെ ഫംഗ്ഷൻ എന്താന്ന് നോക്കാം. നമ്മുടെ ബ്ലഡിലുള്ള ഈ RBCs ഇല്ലേ, റെഡ് ബ്ലഡ് സെൽസ്, അപ്പൊ അതിന്റെ ഫോർമേഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B12 ആണ്. അപ്പൊ ഇതിന്റെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് എന്ത് സംഭവിക്കും? ഇതിന്റെ ഫോർമേഷൻ കുറയും അല്ലെ? റെഡ് ബ്ലഡ് സെൽസിന്റെ ഫോർമേഷൻ കുറയും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും? നമ്മൾ അനീമിക് ആവെന്ന് പറയും. അപ്പൊ അനീമിയ ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് സംഭവിക്കുന്നത്? വൈറ്റമിൻ B12. അപ്പൊ RBCയുടെ കൗണ്ട് കുറയുന്നത് നമ്മൾ അനീമിക് ആവുന്നതെന്ന് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക, വൈറ്റമിൻ B12. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ C ആണ്. അപ്പൊ വൈറ്റമിൻ സിയുടെ റിച്ച് സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? നെല്ലിക്ക, അംല കണ്ടോ? അപ്പൊ ഈ അംല എന്ന് പറയുന്നത് നെല്ലിക്ക വൈറ്റമിൻ സിയുടെ റിച്ച് സോഴ്സ് ആണ്. അതുപോലെ തന്നെ ടൊമാറ്റോ, സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ C എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ബോഡിയിൽ ഈ വൈറ്റമിൻ C എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്? നമ്മുടെ ഹെൽത്തി ഗ്രോത്തിനും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിനെ സ്ട്രോങ് ആക്കുകയും ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ C ആണ്. അപ്പൊ ഈ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ്? സ്കർവി. ഈ സ്കർവിനെ നമ്മൾ നാവികരുടെ പ്ലേഗ് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് സ്കർവി. കണക്ട് ചെയ്ത് പഠിക്കുക. C സ്കർവി. നമ്മൾ B1 എന്താ പഠിച്ച? ബെറി പഠിച്ച പോലെ C സ്കർവി ഓർത്ത് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ D. അപ്പൊ വൈറ്റമിൻ ഡിയുടെ റിച്ച് സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ മുതലേ പഠിക്കാറുള്ള കാര്യമല്ലേ? സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ബോഡിയിൽ ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ D ആണ്. അതുപോലെ തന്നെ ചെറിയ എമൗണ്ടുകളായിട്ട് എന്താണ് ഈ മിൽക്ക്, ഹോൾ ഗ്രെയിൻ വെജിറ്റബിൾസ് എന്നൊക്കെ നമുക്ക് വൈറ്റമിൻ D കിട്ടും. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക, സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ D ആണ്. അപ്പൊ ഈ വൈറ്റമിൻ ഡിയുടെ നമ്മുടെ ബോഡിയിലെ ഫംഗ്ഷൻ എന്താണ്? സ്ട്രോങ് ബോൺസ് ആൻഡ് ടീത്ത്, നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് നമുക്ക് വളരെ ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ D എന്ന് പറയുന്നത്. അപ്പൊ ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം എന്ത് രോഗമാണ് വരുന്നത്? റിക്കറ്റ്സ് എന്ന് പറഞ്ഞ രോഗമാണ് വരുന്നത് കേട്ടോ. അപ്പൊ പറഞ്ഞ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ D. അപ്പൊ ഈ റിക്കറ്റ്സ് എന്ന് പറഞ്ഞ രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൺസിന്റെ ഒക്കെ കുട്ടികളുടെ ബോൺസിനെയാണ് ഇത് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. അവരുടെ എല്ലുകളുടെ വളർച്ചയ്ക്ക് ഇത് എന്താണ്? വളർച്ച മുരടിപ്പിക്കുന്നതാണ് പറയുന്നത്. അതായത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൈറ്റമിൻ
വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. അപ്പൊ വൈറ്റമിൻ ഇ കൂടുതൽ അടങ്ങിയിരിക്കുന്ന സോഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വെജിറ്റബിൾ ഓയിൽസ്, മിൽക്ക്, ബട്ടർ, ഹോൾ ഗ്രെയിൻസ് ആൻഡ് വെജിറ്റബിൾസ്. ഇതിലൊക്കെ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ സെൽ മെംബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുക. സെൽ മെംബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് വൈറ്റമിൻ ഇ ചെയ്യുന്നത്. അപ്പൊ ഈ വൈറ്റമിൻ ഇ എന്തിനാണ് അഫക്ട് ചെയ്യുന്നത്? നമ്മുടെ ഫെർട്ടിലിറ്റിനെയാണ് ഈ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി എന്താ അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ക്യാബേജ്, ചീര പോലുള്ള ഗ്രീൻ വെജിറ്റബിൾസ് ഇല്ലേ, അതിലാണ് കൂടുതലായിട്ട് വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നത്. ഇനി വൈറ്റമിൻ ഇയുടെ ഫംഗ്ഷൻ എന്താണ്? വൈറ്റമിൻ കെ ഫംഗ്ഷൻ എന്താണ്? അതായത് നമ്മുടെ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്, നമ്മുടെ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അത് കണക്ട് ചെയ്ത് പഠിക്കുക. രക്തം കട്ട പിടിക്കാൻ ഏത് വൈറ്റമിൻ? വൈറ്റമിൻ കെ. കട്ട പിടിക്കാൻ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. നമ്മുടെ ബ്ലഡ് കട്ട പിടിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ മുറികളിൽ നിന്നൊക്കെ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന് കാരണമാകുന്ന വൈറ്റമിൻ ഏതിന്റെ ഡെഫിഷ്യൻസി ആണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? വൈറ്റമിൻ കെ. ഓക്കെ, അപ്പൊ എ പഠിച്ചു, B1 പഠിച്ചു, B12 പഠിച്ചു, C, D, E and K. ഇത്രയും വൈറ്റമിൻസ്, അതിന്റെ സോഴ്സ്, ഫംഗ്ഷൻ, ഡെഫിഷ്യൻസി, ഡിസീസ് പഠിച്ചു. ഇതിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെഫിഷ്യൻസി ഡിസീസ്. ഓരോ വൈറ്റമിൻ അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസും എന്തായാലും പഠിക്കണം കേട്ടോ. ഇത് നമ്മുടെ ഷുവർ ആയിട്ട് ഒരു മാർക്കിന് ചോദ്യം നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് ഇനിയും നമ്മുടെ അക്കാദമിയിൽ ചേർന്ന് പഠിക്കുന്ന സ്റ്റുഡൻസിന് നമുക്ക് ഇനിയും നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ്, നമ്മുടെ സോഫ്റ്റ് കോപ്പീസ് ഒക്കെ നമ്മുടെ ഇലേൺ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഹെൽപ്ഫുള്ളും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്